നമ്മളിത് ഏത് സ്കെയിൽ വെച്ചിട്ടാണ് ഇതൊരു ഹോളി ബുക്കിലെ വേഴ്സ് എന്ന് പറയാ? സമപ്രായക്കാരികളായ സ്ഥനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ ഒരു ഹോളി ബുക്കിൽ പറയേണ്ട വചനങ്ങളാണ് ഇത്. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്ഥനം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. സ്വാഭാവികം. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്ഥനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. ഇതിപ്പോ ശരീരത്തെ വർണ്ണിക്കുകയാണ്. ശുദ്ധവതികളായ സുന്ദരികളായ വെളുത്തു തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അല്ലാഹു തആല കൂടെ അങ്ങോട്ട് സമ്മാനിക്കണം. ഈ വാക്കുകൾ എടുത്തിടാം, എന്നിട്ട് നമ്മൾ പറയണം 3 ഓപ്ഷൻ കൊടുക്കും. ഇത് ഏത് ബുക്ക് നിന്നാണ് എന്നുള്ളതിന് 3 ഓപ്ഷൻ. ഒന്ന് ലേഡി ചാറ്റർലീസ് ലവർ, അത് വായിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഫേമസ് ആയ ഒരു സെക്സ് ബുക്കാണ്. വിശദീകരിക്കാൻ ഞാനില്ലേ, അത് ഒരുപാടുണ്ട്. സൂറത്തുൽ വാഖിയയും സൂറത്തുൽ റഹ്മാനും ഒക്കെ എടുത്തങ്ങോട്ട് വിശറിയാണ്. ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ. എന്റെ അഭിപ്രായം പറയാം, ഇത് അശ്ലീലാണ്. ഇത് നമ്മുടെ സഹോദരിമാര്, പെൺമക്കള്, ഉമ്മ അവരെ മുന്നിൽ വെക്കാടത് വായിക്കാൻ പറ്റില്ല. ശരി ശരി, ഓക്കെ ഓക്കെ, 100% ഞാൻ യോജിക്കുന്നു. ഒരു സ്ത്രീ ശരീരം ലിറ്ററലി ബ്യൂട്ടിഫൈ ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്യാണ് സ്ത്രീ ശരീരത്തെ. ജനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. ആ മല കാണുമ്പോൾ അത് നല്ല കൂർത്ത മറ്റേ പിന്നെ നമ്മള് ആ രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ അങ്ങനെ ഒരു ഉപമ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ഉപമ എഴുതാതെ അത് ആ ഉപമ പറയാൻ പറ്റും. മനസ്സിലായോ? അത് അങ്ങനെ തന്നെ പറയണമെന്ന് നിർബന്ധം. ഒരു ഹോളി ബുക്കിൽ ഇങ്ങനെ വിശദീകരിക്കാണ്. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ കേൾപ്പിക്കാം. കണ്ണു മുതൽ തലമുടി മുതൽ കാത് മുതൽ കഴുത്തു മുതൽ ഇങ്ങനെ താഴോട്ടിനി ഒരു എണ്ണം ബാക്കിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു. ഹൂറുലിങ്ങളെ കുറിച്ച് മാത്രമാണോ നേരത്തെ പറഞ്ഞ കവാഴി ബാത്രാബ എന്ന് പറഞ്ഞത്? അല്ല, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം വിശദീകരിക്കണം. മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അത് മോശമാണെന്നാണ് റഷീദ് പറയുന്നത്. അതെ അതെ, അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും, ഒരു സ്ത്രീയെ അപമാനിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്നവളാണ്, എല്ലാവരുടെ മുമ്പിലും തുണി പൊക്കി നടക്കുന്നവളാണ് എന്നൊക്കെ പറയുന്ന തരത്തിൽ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും. നിങ്ങള് മുത്തച്ചിപ്പിക്ക് വരെ നല്ലൊരു സെൻസർഷിപ്പ് മേടിച്ചു കൊടുത്തു. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഇതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം തരണമെന്ന് അപേക്ഷിക്കുന്നു. ഖുർആൻ വെപ്പാട്ടികളെ സ്വീകരിക്കാനും അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഭാര്യമാരെ വെക്കാനും ഒരു ഹോളി ബുക്കിൽ പറയേണ്ട വചനങ്ങളാണ് ഇത്, ആണോ? കൊള്ള ചെയ്യാനും എല്ലാം ഒരു ദൈവം ഇങ്ങനെ കൽപ്പിക്കുകയോ എന്നാണ് ചോദ്യം. എന്തേ ദൈവത്തിന് കൽപ്പിച്ചാൽ പറ്റൂലേ? മുതലേ പറയുന്നത് സോങ് ഓഫ് സോളമൻസ് ചോദിക്കും, ഉത്തമഗീതം ചോദിക്കുന്നു പറഞ്ഞ അതുകൊണ്ടാണ്. എന്നിട്ട് യുക്തിപരമായി നോക്കിയാൽ ഉത്തമഗീതം 7-ാം അധ്യായത്തിൽ ലൈംഗികത /എറോട്ടിക് കണ്ടന്റ് ഉണ്ട് എന്ന് പറയാമോ? Prophet Muhammad, peace be upon him, is also mentioned by name. It's mentioned in the Song of Solomon. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് എന്തുകൊണ്ട് ഇതിൽ അസ്വാഭാവികതയില്ല? മനുഷ്യന്റെ സ്വാഭാവികമായ ലൈംഗികതയെയും ശാരീരിക ആനന്ദത്തെയും ഒരു പാപമായോ മലിനമായോ കാണാത്ത ഒരു പുരാതന യഹൂദ സംസ്കാരത്തിൽ നിന്നാണ് ഈ പുസ്തകം വരുന്നത്. അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിലെ അല്ലെങ്കിൽ പ്രണയത്തിലെ ശൃംഗാരത്തെ ഭയമില്ലാതെ ആഘോഷിക്കാൻ അവർക്ക് കഴിഞ്ഞു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചുരുക്കത്തിൽ വരികളുടെ അർത്ഥവും അതിലെ പ്രതീകങ്ങളും യുക്തിപരമായി പരിശോധിച്ചാൽ ഉത്തമഗീതം 7-ാം അധ്യായം ഉയർന്ന നിലവാരത്തിലുള്ള ശൃംഗാര സാഹിത്യം, എറോട്ടിക് ലിറ്ററേച്ചർ തന്നെയാണ്. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, സജി, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. സജി, എനിക്കറിയോ, മഹാന്മാരെഴുതുകയാണ്, ഇതൊന്നും ഞാൻ എഴുതുന്നതല്ല, എന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാടന്നോട്ടെ. എന്തിന്?
എന്റെ അഭിപ്രായം പറയാം. ഇത് അശ്ലീലാണ്. ഇത് നമ്മുടെ സഹോദരിമാര്, പെൺമക്കള്, ഉമ്മ അവരെ മുന്നിൽ വെക്കാതെ വായിക്കാൻ പറ്റില്ല. ശരി ശരി, ഓക്കെ ഓക്കെ. ഒന്നും പറയാൻ സമയമില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തിന്റെ പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഏത് തരത്തിൽ വേണം? ഏത് തരത്തിൽ വേണം? ഹണീബി വേണോ? കൊണ്ടസ വേണോ? വൈറ്റ് മിസ്ചീഫ് വേണോ? ഡോക്ടർ വേണോ? പവർ ഹോഴ്സ് വേണോ? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? കൊണ്ടസ 3XM 8PM ഏത് സാധനം വേണം? ഇതെല്ലാം വേറെ തരാം തരാം, ബഹളം വെക്കല്ലേ. ഇവിടെ ഇരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതല്ലേ. എന്താ വേണ്ടേ? ഒരു ലാർജ് വിസ്കി. എല്ലാം തരും. നിങ്ങൾ കുടിക്കണോ? തരുന്നുണ്ട്. ഒന്നും പറയാൻ സമയമില്ല. കുടിക്കാനുണ്ട്, നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ? എന്ത് കാര്യമാണ് നീ ആഗ്രഹിക്കുന്നത് മുഴുവൻ അള്ളാഹു തആല